നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്ന സ്ഥാപനങ്ങൾ മാതൃക. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രണാം മലബാറിന്റെ ധനസഹായ വിതരണം മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിച്ചു. വളപട്ടണത്ത് വൻ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി പിടിയിൽ. കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് ട്രോളി ബാഗിലാക്കി. ഓണത്തോടനുബന്ധിച്ച് പരിശോധന ശക്തം. ഓണവിപണി സജീവം. ജില്ലാ പഞ്ചായത്തിന്റെ പൂക്കൾക്കൊപ്പം അയൽ സംസ്ഥാന പൂക്കളുമെത്തി. ഇനി ഓണത്തിന് 2 നാൾ മാത്രം ബാക്കി. കോളേജുകളിൽ ഓണാഘോഷം തകൃതി. വാർത്തകൾ വിശദമായി. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രണാമ മലബാറിന്റെ നേതൃത്വത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം വിതരണം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അതുപയോഗിച്ച് പഠിക്കണം. സമൂഹത്തിൽ നമുക്കറിയാം, അക്ഷരാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ പിന്നോക്കം പോയ ആളുകൾ ഒരുപാടുണ്ടാകാം. അതിന് അവരുടെ കുറ്റമില്ല, മറിച്ച് അവർക്ക് അതിനുള്ള സൗകര്യമില്ലാത്തതിന്റെ പേരിലാണ്, സാമ്പത്തികമായ സൗകര്യമില്ലാത്തതിന്റെ പേരിലാണ്. കാലം മാറിയിട്ടുണ്ട്. കാലം മാറിയപ്പോൾ ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സഹായ ഹസ്തവുമായി ആളുകൾ വരുമ്പോൾ അത് നന്നായി തന്നെ സ്വീകരിക്കുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്താണോ. കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ രാധാകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ടി കെ രത്നകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ ധനസഹായത്തിന് അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഹരികൃഷ്ണൻ നമ്പ്യാർ വിതരണം ചെയ്തു. ജയദേവൻ നമ്പ്യാർ, അരവിന്ദാക്ഷക്കുറുപ്പ്, ബാബു ഗോപിനാഥ്, രാഘവൻ നമ്പ്യാർ, പി ശശീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വളപട്ടണത്ത് 5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി പോലീസ് പിടിയിൽ. ബീഹാർ റഫുൽപൂർ സ്വദേശി സുരാജ് കുമാർ ഷായെയാണ് വളപട്ടണം SI A നിധിനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഓണം ഡ്രൈവിനോടനുബന്ധിച്ച് ലഹരി വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്താൻ എക്സൈസും പോലീസും ജില്ലയിൽ വ്യാപക പരിശോധന നടത്തിവരികയാണ്. ഇതിനിടയിലാണ് കോട്ടക്കുന്നിൽ താമസക്കാരനായ പ്രതി ട്രോളി ബാഗിലാക്കി കഞ്ചാവുമായി ബോട്ട് ജെട്ടി പരിസരത്ത് എത്തിയത്. 5 കിലോയിലധികം കഞ്ചാവാണ് ഇയാൾ കൈവശം സൂക്ഷിച്ചത്. വളപട്ടണം SI നിധിനും സ്ക്വാഡുമാണ് പ്രതിയെ വലയിലാക്കിയത്. ഏച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും LSS USS സ്കോളർഷിപ്പ് നേടിയവരെയും അനുമോദിച്ചു. അധ്യാപികയും എഴുത്തുകാരിയുമായ KV പ്രേമജ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തക്ക വിധത്തോളം എന്നെ ഉയർത്തിയത്, അതിനുശേഷമാണ് ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയത്. 10-12 പുസ്തകങ്ങളൊക്കെ എഴുതിയതിനു ശേഷമാണ്, കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയതിനു ശേഷമാണ്. അതിനൊക്കെ നിമിത്തമായിട്ടുണ്ടാവുക ഇതും കൂടി ആയിരിക്കാം. കാരണം ഒരു അംഗീകാരം ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ ഒന്ന് അനുമോദിക്കപ്പെടുക എന്നുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുമക്കൾ നാളെ ഏച്ചൂർ അറിയപ്പെടുന്നത് ഇവരുടെയൊക്കെ പേരിലായിരിക്കും. നിങ്ങളുടെ രക്ഷിതാക്കൾ അഭിമാനിക്കുന്നുണ്ടാവും. കാരണം അവർ നിങ്ങളുടെ പേരിൽ അവർക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്നിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മക്കൾക്ക്, എന്റെ മകന്, എന്റെ മകൾക്ക് A+ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ മകൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് തീർച്ചയായും അവർക്ക് ഒരു അഭിമാനമാണ്. എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയത് അഭിമാനത്തോടെ പറയാൻ സാധിക്കുക, ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുക, അത് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് അംഗം ജിതേഷ് മച്ചാട്ട്, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, ചന്ദ്രൻ കാണിച്ചേരി, പി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നളന്ദ കോളേജിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോളേജിൽ വെച്ച് നടന്ന ചടങ്ങ് ചകരകൽ SHO ശ്രീജിത്ത് കൊടേരി ഉദ്ഘാടനം ചെയ്തു. ഈ ഓണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും നമുക്ക് സന്തോഷത്തിന്റെ, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഓണം. അവിടെ നമുക്ക് മാനുഷിക നന്മകൾക്കും കൂടി പ്രാധാന്യം കൊടുക്കണം.
ലഹരിക്കെതിരായിട്ടും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ടും നമുക്ക് പോരാടാൻ പറ്റണം. എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുകയാണ്. പ്രിൻസിപ്പൽ പി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ സി പി രത്നകുമാർ, നളന്ദ കോളേജ് ഡയറക്ടർ പ്രകാശൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി പി വി സുനിൽകുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ചെണ്ടമേളം, പൂക്കള മത്സരം, കസേരകളി, പുരുഷന്മാർക്ക് സാരി ഉടുക്കൽ മത്സരം, കമ്പവലി, ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി വാർത്തയിലൊരു ഇടവേള. ഇടവേളയ്ക്ക് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്ന സ്ഥാപനങ്ങൾ മാതൃക. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രണാം മലബാറിന്റെ ധനസഹായ വിതരണം മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിച്ചു. വളപട്ടണത്ത് വൻ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി പിടിയിൽ. കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് ട്രോളി ബാഗിലാക്കി. ഓണത്തോടനുബന്ധിച്ച് പരിശോധന ശക്തം. ഓണവിപണി സജീവം. ജില്ലാ പഞ്ചായത്തിന്റെ പൂക്കൾക്കൊപ്പം അയൽ സംസ്ഥാന പൂക്കളുമെത്തി. ഇനി ഓണത്തിന് 2 നാൾ മാത്രം ബാക്കി. കോളേജുകളിൽ ഓണാഘോഷം തകൃതി. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് ഗാല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്കക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂറ്റൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ,
കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ. കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. കണ്ണൂരിന്റെ കലയും ചരിത്രവും സംസ്കാരവും ജീവിതവും ഇഴചേർന്ന വരകളിലൂടെയും ജീവൻ തുടിക്കുന്ന ഫോട്ടോകളിലൂടെയും കളറായി കലക്ട്രേറ്റ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇടനാഴികളിൽ ചിത്രങ്ങൾ പതിച്ചത്. ജില്ലാ കലക്ടർ S. ചന്ദ്രശേഖരയുടെ സാന്നിധ്യത്തിൽ അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഗാർഗ് ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. നമ്മുടെ കലക്ട്രേറ്റ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന ആശയത്തിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച ചിത്രശലഭം ഫോട്ടോ ചിത്രരചനാ മത്സരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 80 ചിത്രങ്ങളും ഫോട്ടോകളുമാണ് കലക്ട്രേറ്റ് ചുവരിൽ ഇടം പിടിച്ചത്. കണ്ണൂരിന്റെ ചരിത്രവും പ്രൌഢിയും പ്രശസ്തിയും പ്രതിഫലിക്കുന്ന തെയ്യം, പൊന്നിത്തങ്കം, വേടൻ എന്നീ കലാരൂപങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, പൈതൃകങ്ങൾ, പരമ്പരാഗത മേഖലകളായ കൈത്തറി, തീരദേശങ്ങൾ, കടൽ തീരങ്ങൾ, കുന്നുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങി കണ്ണൂരിന്റെ തനിമ പ്രതിഫലിപ്പിക്കുന്ന സൃഷ്ടികൾ ഇവിടെ കാണാം. ഈ ഒരു കളറാക്കാം നമ്മുടെ കലക്ട്രേറ്റ് ചിത്രശലഭം എന്ന ഒരു പദ്ധതിയുമായിട്ട് ആശയമായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഗാർഗാണ് ഈ ഒരു ഐഡിയ പറയുകയും അതിനെ ഏറ്റെടുത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജില്ലയിലുള്ള ചിൽഡ്രൻസ് ഹോമിലുള്ള കുട്ടികളുടെ ഡ്രോയിങ്സും അതുപോലെ തന്നെ മറ്റ് പൊതുജനങ്ങളിൽ നിന്ന് ഫോട്ടോഗ്രാഫ്സും അതുപോലെ ഡ്രോയിങ്സും കൂടി കിട്ടിയിട്ടുണ്ട്. വളരെ മികച്ച ഒരു റെസ്പോൺസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒരു ആർട്ട് ഗാലറി പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണൂരിൻ്റെ വിവിധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളടക്കമുള്ള ഫോട്ടോകളും ചിത്രങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ കളക്ട്രേറ്റ് വരാണ്ടായിൽ നമ്മൾ പോകുമ്പോൾ തന്നെ കണ്ണൂരിൻ്റെ മൊത്തം കാഴ്ചകളും നമ്മൾ ഒരു സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് പ്രത്യേകം ഇന്ന് ഇത്തരത്തിലുള്ള ശ്രമമെടുത്ത അനൂപ് ഗാർഗ് IAS അസിസ്റ്റന്റ് കളക്ടറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കുറേ ആളുകൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. നല്ല ഡ്രോയിങ്സൊക്കെ ഇത് ചിലപ്പം മാർക്കറ്റിൽ നമ്മൾ പോയാൽ നല്ല മാർക്കറ്റിൽ വില കിട്ടുന്ന ഒരു അവരുടെ അത്രയും കഴിവുള്ള ഡ്രോയിങ്സൊക്കെ നമുക്ക് ആളുകൾ ജനങ്ങൾ ഇവിടെ കണ്ണൂർ വേണ്ടി നൽകിയിട്ടുണ്ട്. അവർക്കും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട 4 ചിത്രങ്ങൾ ജില്ലാ കളക്ടറുടെ ചേംബറിൽ സ്ഥാപിച്ചു. ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളും കളക്ടറേറ്റ് ഗോവണിയോട് ചേർന്ന് സ്ഥാപിച്ചു. അനാച്ഛാദന ചടങ്ങിൽ ADM KK ദിവാകരൻ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉത്രാടപ്പാച്ചിലും തിരുവോണവും അടുത്തെത്തിയതോടെ മുറ്റം മനോഹരമാക്കാൻ പൂക്കളുമായി നഗരത്തിൽ പതിവുകാരെത്തി. തമിഴ്നാട്, കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇക്കുറിയും കണ്ണൂർ നഗരത്തിൽ പൂക്കളെത്തിയിരിക്കുന്നത്. മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കൾ തന്നെയാണ് ഇക്കുറിയും താരം. ചെണ്ടുമല്ലി ഇത്തവണ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിളവെടുത്തിരുന്നുവെങ്കിലും അതൊന്നും പൂക്കളമൊരുക്കാൻ മതിയാവില്ല. സ്കൂൾ, കോളേജ്, സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഓണാഘോഷങ്ങൾ ഇന്നും നാളെയുമായി നടക്കുകയാണ്. ആഘോഷങ്ങളിലെ മുഖ്യ ആകർഷണം പൂക്കളാണ്. എന്നാൽ ഇക്കുറി വാശിയോടെ പൂക്കളമൊരുക്കാൻ കീശ അനുവദിക്കുമോ എന്ന് കണ്ടറിയണം. ഇപ്രാവശ്യത്തിനെ അപേക്ഷിച്ച് പൈസ ഇപ്രാവശ്യം കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ അവരെ ഈ ഗണേശോത്സവം അതുപോലെ തന്നെ വേറെ എന്തെല്ലാം ഉത്സവവും പരിപാടിയെല്ലാം ഉണ്ട്.
ഈ മാസവും അടുത്ത മാസം 8-ാം തീയതി അവരെ ഭയങ്കര പരിപാടിയാണ് ഉത്സവം ബാംഗ്ലൂർ. അപ്പോൾ അവിടുത്തെ ആൾ തന്നെ ഇപ്പോൾ വൻ വിലക്കാണ് റീറ്റെയിലായിട്ട് ഈ പൂക്കൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പൈസ കൂടുതലാണ്. നമ്മൾ ഈ പ്രാവശ്യം വണ്ടി വാടകയും അതുപോലെ ബാംഗ്ലൂർ ഒരുപാട് കിലോമീറ്റർ താണ്ടി പോകേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ചെട്ടി ഗുണ്ടിൽപേട്ടയാണ്. പക്ഷേ ചെട്ടിക്ക് പിന്നെയും കുറച്ച് പൈസ കുറവ് കാണുന്നുണ്ട്. പക്ഷെ മറ്റുള്ള പൂക്കൾ ചേമന്തി അങ്ങനെ കണ്ട പൂക്കൾക്കെല്ലാം ഈ പ്രാവശ്യം ഭയങ്കര റേറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഒരുപാട് വില കൂടുതലാണ് കാണുന്നത്. കർണാടകയിൽ ഗണേശോത്സവം അടക്കമുള്ള ഉത്സവ സീസണായതിനാൽ ഇക്കുറി പൂവിന് വൻ ഡിമാൻഡാണ്. അതിനാൽ കേരളത്തിലെത്തിയ പൂക്കൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ വിലയാണ്. പക്ഷേ വില ഇങ്ങനെ വിടർന്നു നിൽക്കുമ്പോഴും മഞ്ഞ വെള്ള നിറങ്ങളിലെ ജമന്തിക്കും പർപ്പിൾ നിറത്തിലെ വാടാർമല്ലിക്കും ചുവപ്പ് വെള്ള മഞ്ഞ റോസ പൂവുകൾക്കും പിങ്ക് വെള്ള ചുവപ്പ് അരളിപ്പൂക്കൾക്കും പിങ്ക് നിറമുള്ള താമരയ്ക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. ആടിയും പാടിയും വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിൽ പങ്കാളികളായി വിദ്യാർത്ഥികൾ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം, കണ്ണൂർ താലൂക്ക് ഓഫീസ്, കണ്ണൂർ SN കോളേജ്, ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണം നടന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്താൻ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്ത ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കലക്ടർ S. ചന്ദ്രശേഖർ പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന പ്ലക്കാർഡുമായി മെഗാ തിരുവാതിര അരങ്ങേറി. കളി, ചെണ്ടമേളം, മുത്തുകുടകൾ എന്നിവ നിറമ്പക്കർന്ന ഘോഷയാത്ര വോട്ടർമാർക്കുള്ള സന്ദേശം കൂടിയായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റിതിരുത്താനും വിലാസം മാറ്റാനും നിലവിൽ അപേക്ഷിക്കാനും എല്ലാ വർഷവും ജനുവരി 1, ഏപ്രിൽ 1, ജൂലൈ 1, ഒക്ടോബർ 1 തീയതികളിൽ 18 വയസ്സ് തികയുന്നവർക്കും അപേക്ഷിക്കാം. 17 വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാൻ മുൻകൂട്ടി അപേക്ഷിക്കാനാവും. ഈ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ എല്ലാവരുടെ ഒരു പങ്കാളിത്തവും കൂടി ഉണ്ടാവണമെങ്കിൽ എല്ലാവരും വോട്ടവകാശമുള്ള എല്ലാവരും വോട്ട് ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ അവകാശമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വോട്ട് ചെയ്യുക എന്നത് എല്ലാവരുടെ ഒരു കടമയും കൂടിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും നിറവേറ്റാൻ സാധിക്കട്ടെ. വോട്ടർ ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്പ്, വോട്ടർ സർവീസ് പോർട്ടൽ, BLO ആപ്പ് എന്നിവ വഴി ഓൺലൈനായി അപേക്ഷകൾ നൽകാം. SN കോളേജിൽ നടന്ന ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ ലിറ്റി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ താലൂക്ക് തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ്, പ്രിൻസിപ്പൽ ഡോക്ടർ SP കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടത്തുന്ന ഓണസമൃദ്ധി കർഷക ചന്തകളുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ഹോർട്ടികോർപ്പിന്റെ സഞ്ചരിക്കുന്ന കർഷക ചന്ത അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഗാർഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സിവിൽ സ്റ്റേഷനിലെ മിൽമ ബൂത്തിന് സമീപത്താണ് ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചത്. ജില്ലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികൾ വിപണി വിലയേക്കാൾ 10% അധികം നൽകിയാണ് സംഭരിക്കുന്നത്. ഈ പച്ചക്കറികൾ 30% വിലക്കിഴിവിൽ ചന്തയിൽ ലഭിക്കും. ജില്ലയിൽ 141 ഓണസമൃദ്ധി ചന്തകളാണുള്ളത്. 89 എണ്ണം കൃഷിഭവനുകളും 46 എണ്ണം ഹോർട്ടികോർപ്പ് നേരിട്ടും 6 എണ്ണം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ കൌൺസിലിന്റെ ഭാഗമായുമാണ് ഒരുക്കിയത്. ഓഗസ്റ്റ് 28 വരെ ചന്ത നടക്കും. തക്കാളി, വെണ്ട, പാവൽ, വാഴക്കൂമ്പ്, നേന്ത്രക്കായ, ചേന തുടങ്ങിയ നാടൻ പച്ചക്കറികൾക്കൊപ്പം വട്ടവട, കാന്തല്ലൂർ, പെരുമാട്ടി, പേരാവൂർ എന്നിവിടങ്ങളിലെ ജൈവ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കുത്തരി, ശർക്കര, തേൻ, നാടൻ കറിപ്പൊടികൾ തുടങ്ങിയവയും ചന്തയിലുണ്ട്. നമ്മൾ പലപ്പോഴും ഓണമായാലും മറ്റാഘോഷമായാലും നമ്മുടെ എല്ലാം അടുക്കളയിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കി അത് ഉപയോഗിക്കുക എന്ന ശീലമാണ് നമുക്കുള്ളത്. കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരു വർഷം ചുരുങ്ങിയതൊരു 10 കോടി രൂപയെങ്കിലും കാർഷിക മേഖലയ്ക്കകത്ത് ചിലവഴിക്കുന്നുണ്ട്. അത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്. ഇപ്രാവശ്യം പച്ചക്കറി മാത്രമല്ല, പൂക്കൃഷിയിലും കണ്ണൂർ ജില്ല ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 480ഓളം പൂപ്പാടങ്ങൾ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിരിഞ്ഞിട്ടുണ്ട്. പച്ചക്കറി സ്റ്റാളുകൾ പോലെ തന്നെ ഇവിടെ പൂക്കൾ വിൽക്കാനുള്ള സ്റ്റാളുകളും നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. അതിനും കൃഷി വകുപ്പ് നല്ല പിന്തുണയാണ് ഞങ്ങൾക്കെല്ലാം നൽകിയിരിക്കുന്നത്. ഇനിയും നല്ല പച്ചക്കറിയും നല്ല പഴമൊക്കെ നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ തന്നെ ഔട്ട്ലെറ്റിലേക്ക് നമ്മൾ കടന്നു വരികയും അത് വാങ്ങുകയും
കർഷകരെ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ UP ശോഭ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ BK അനിൽ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ TPM നൂറുദ്ദീൻ, PK ബേബി റീന, DL സുമ, കണ്ണൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KP റസ്ന, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് CV ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഒപ്പം ജനങ്ങൾക്ക് സൂര്യതാപമടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച കുറിപ്പിൽ പറയുന്നു. വരും ദിവസങ്ങളിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചൂട് കൂടാനാണ് സാധ്യത. മഴ കുറഞ്ഞതോടെ അസഹനീയമായ ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നൽകുന്ന സൂചനകൾ. ഈ സാഹചര്യത്തിൽ അധികൃതർ നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പൊതുജനങ്ങൾക്കായി മാർഗനിർദ്ദേശങ്ങൾ ഒരുക്കിയത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ: പൊതുജനങ്ങൾ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതണം. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഉചിതമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കേണ്ടതും ആണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ മറ്റു ജനങ്ങൾ പുലർത്തേണ്ടതാണ്. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുകയും അതുപോലെ ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യേണ്ടതാണ്. മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാർക്ക് സുമനസുകൾ കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയുവാനും സഹായിക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുകയും ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടുള്ളതല്ല. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കാവിൻമൂല സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ വനിതാ വേദിയുടെ ഓണച്ചന്ത അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ ആരംഭിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണിത്. തീർച്ചയായും നമ്മുടെ സ്ത്രീകളുടെ ഒരു ഉന്നയനത്തിന് വേണ്ടി അവരുടെ സാമ്പത്തികമായുള്ള ചെലവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഉൽപ്പന്നങ്ങൾ വിറ്റ് നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും നല്ല ഒരു എന്താ പറയണ്ടേ മനസ്സിൽ നല്ല തൃപ്തിയോടുകൂടിയുള്ള ഒരു സമയം ഉണ്ടാക്കി കൊടുക്കും. നല്ലൊരു ഒരുപാട് ഇടങ്ങളിലെത്തി നമ്മുടെ വനിതകൾ, പ്രത്യേകിച്ച് നമ്മുടെ വനിതകൾക്ക് ഒരുപാട് ഇടങ്ങൾ എത്താൻ സാധിക്കട്ടെ എന്ന് പറയാനുള്ളത്. തീർച്ചയായും ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് എടക്കാട് ബ്ലോക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഏറെ അഭിനന്ദനത്തോടും ഏറെ സന്തോഷത്തോടും കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് സ്നേഹ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അധ്യാപിക ഷീജ ബ്ലോക്ക് പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങി. പങ്കജ പുരുഷോത്തമൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. കോളേജ് ഓഫ് കൊമേഴ്സിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി വിപുലമായ രീതിയിലാണ് ഇത്തവണ ഓണപരിപാടി നടത്തിയത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പരിപാടികളിൽ ഓണസദ്യയും ഉണ്ടായിരുന്നു. കോളേജ് ഓഫ് കോമേഴ്സിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിലാണ് ഉള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇവര്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്?
ഓണപരിപാടികളായിട്ട് നമ്മളിവിടെ ഓണത്തല്ലുണ്ട്, പിന്നെ ഉറിയടിയുണ്ട്, പിന്നെ വടംവലിയുണ്ട്, പിന്നെ സദ്യ ഉണ്ട്. സദ്യക്ക് ഇവിടെ സദ്യ പ്രധാനമാണ്. അത് 23 തരം സാധനങ്ങളുണ്ട് സദ്യയിൽ. 24. അത് കൂടാതെ ബാൻഡ്, ചെണ്ടമേളം, മഹാമേളം. പഴയ ബസ് സ്റ്റാൻഡ് പരിസരം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഉത്സവ നഗരിയാണ്. പാട്ടും മേളവും ആകെ ബഹളമയം. ശിങ്കാരിയും ബാൻഡും കൊട്ടിക്കയറുമ്പോൾ ആവേശ കൊടുമുടിയിലാണ് കുട്ടികൾ. ഇവർക്ക് ഊർജം പകർന്ന് അധ്യാപകരും ഒപ്പത്തിനൊപ്പം തന്നെയുണ്ട്. സമീപത്തെ കച്ചവടക്കാരും ഈ ആഘോഷത്തിന്റെ ഭാഗമായപ്പോൾ ഓണം പൊന്നോണം തന്നെയായി. വിശേഷങ്ങൾ കൊമേഴ്സിന്റെ അമരക്കാരൻ അനിൽ സാർ തന്നെ പറയും. കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മൾ കോളേജ് ഓഫ് കോമേഴ്സും വിദ്യാർത്ഥികളും ഓണം ആഘോഷിക്കുകയാണ്. ഓണത്തെക്കുറിച്ച് മലയാളികളോട് പറയേണ്ട കാര്യമില്ല. ഓണമെന്ന് പറയുന്നത് മലയാളിയുടെ ദേശീയോത്സവമാണ്. ജാതി മത ഭേദമന്യേ മറ്റൊരാഘോഷവും നമ്മൾ ഇത്രയേറെ പ്രാധാന്യം നൽകി ആഘോഷിക്കുന്നില്ല. പോയ കാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കി നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഇത് അതിനപ്പുറത്തേക്ക് നമ്മൾ കർഷകരോടും കാർഷിക വൃത്തിയോടുമുള്ള ഒരു ആദരവിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. കോളേജ് ഓഫ് കോമേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഓരോ ദിവസങ്ങളായി വ്യത്യസ്ത പരിപാടികളാണ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്, പൂക്കളം ഒരുക്കിയിട്ടുണ്ട്, കമ്പവലിയുണ്ട്, പിന്നെ നിർധനരായ ആളുകൾക്കുള്ള ധനസഹായമുണ്ട്, പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടൽ, പിന്നെ തുടങ്ങി നിരവധി വിദ്യാർത്ഥികൾക്ക് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ശിങ്കാരി മേളവും ബാൻഡ് മേളവും ഒക്കെ കൊണ്ട് കുട്ടികളിങ്ങനെ ആഘോഷ തിമിർപ്പിലാണ്. അങ്ങനെ കണ്ണൂരും പരിസരത്തും ഒക്കെ, പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ ഒരു ഉത്സവ തിരയിളക്കിക്കൊണ്ട് ഒരു ആഘോഷത്തിൻ്റെ മൂഡിലാണ്. നമ്മുടെ കോളേജ് ഓഫ് കോമേഴ്സിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മുടെ ഇവിടെ പരിസരത്തുള്ള പിന്നെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ ഒരു ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ പ്രതീതി ഈ പരിസരത്താകെ ഉണ്ടാക്കിക്കൊണ്ടാണ് കോളേജ് ഓഫ് കോമേഴ്സും ഇവിടുത്തെ അധ്യാപകരും ജീവനക്കാരും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ ഓണം ആഘോഷിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പല പേരുകളിലാണ് ഓണത്തെ വരവേറ്റത്. അതിൽ ത്രില്ലോണവും തിമിർപ്പോണവും ഒക്കെയായി കടന്നുപോയി. COC സ്റ്റുഡൻസ് ഇത്ര വിപുലമായ രീതിയിൽ ഓണത്തെ ഇതുവരെ വരവേറ്റിട്ടില്ല. സുന്ദരിക്ക് പൊട്ടുകുത്തിയും ഉറിയടിച്ചും കമ്പവലിച്ചും അങ്ങനെ നീളുന്നു ആഘോഷത്തിന്റെ ലിസ്റ്റ്. തീർന്നില്ല, 24 കൂട്ടം വിഭവങ്ങൾ നിറഞ്ഞ ഓണസദ്യയാണ് ഹൈലൈറ്റ്. ഈ ആഘോഷങ്ങൾ കാണുമ്പോൾ ഒന്നുകൂടെ പഴയ കലാലയ ജീവിതത്തിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് കളർഫുള്ളാണ് കൊമേഴ്സ് ഓണം. കൂടെ ഈ ആർപ്പുവിളി കൂടിയായതോടെ ആഘോഷങ്ങൾ ഉച്ചസ്ഥായിലായി. നമ്മുടെ ഓണാഘോഷത്തെ പൊന്നോണമാക്കി മാറ്റിയിരിക്കുകയാണ് കോളേജ് ഓഫ് കോമേഴ്സിലെ വിദ്യാർത്ഥികൾ. ക്യാമറമാൻ ബിനീഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ചക്കരക്കൽ പോലീസ് സേനാംഗങ്ങൾ സ്റ്റേഷനിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. പതിവിലും വ്യത്യസ്തമായി ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളിലും വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ ഓണസദ്യയുമായി ആയിരുന്നു സ്റ്റേഷനിലെ ഓണപരിപാടികൾ. വനിതാ പുരുഷ സേനാംഗങ്ങൾ ഒരുക്കിയ പൂക്കളം ഏറെ ആകർഷകരമായിരുന്നു. 22ഓളം വ്യത്യസ്ത വിഭവങ്ങളുമായി വിഭവസമൃദ്ധമായ ഓണസദ്യ നാവിൽ രുചിയൂറുന്നതായിരുന്നു. ഓണം ഏറെ സന്തോഷം നൽകുന്നതായും സേനാംഗങ്ങൾ വീട്ടിൽ നിന്നും തയ്യാറാക്കിയാണ് വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയതെന്നും ഓണാശംസകൾ നേർന്നുകൊണ്ട് SHO ശ്രീജിത്ത് കൊടേരി പറഞ്ഞു. 2 തരത്തിൽ പായസമുണ്ട്. വളരെ മനോഹരമായ വളരെ രുചിയേറിയ ഒരു സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ പോലീസ് സേനാംഗങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് സ്വന്തം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഓണം വളരെ അതിഭയങ്കരമായ അതിമനോഹരമായ നല്ലൊരു സദ്യ കൊണ്ടിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. എല്ലാ വർഷവും സ്റ്റേഷനിൽ ഓണാഘോഷം നടത്താറുണ്ടെങ്കിലും ഈ വർഷത്തെ ഓണം തികച്ചും വ്യത്യസ്തതയോടുകൂടി നടത്താനായതിൽ സന്തോഷമുണ്ടെന്ന് സേനാംഗങ്ങളും പറഞ്ഞു. സേനാംഗങ്ങൾ ഇപ്രാവശ്യം നല്ല നമ്മൾ എല്ലാ പ്രാവശ്യം വിപുലമായിട്ട് ഓണാഘോഷം പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അതിലും വിപുലമായി ഓണാഘോഷം സംഘടിപ്പിച്ച് പലതരം പൂക്കള മത്സരം നടത്തി. ഉച്ചയ്ക്ക് നമ്മൾ കമ്പവലിയുണ്ട്, പിന്നെ മ്യൂസിക്കൽ ചെയർ മത്സരമുണ്ട്, സുന്ദരിക്ക് പൊട്ടുകൊടലുണ്ട്, ഷൂട്ടൗട്ടുണ്ട്, അങ്ങനെ പല പല പരിപാടികളുണ്ട്. ഗാനമേളയുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ് കോഡാക്കി ആ ഡ്രസ് കോഡിനെ നമ്മുടെ ഒരു ഐക്യത്തിന്റെ ഭാഗമായി ഡ്രസ് കോഡാക്കി. പോലീസ് സേനാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 5450 രൂപ, പവന് 43,600 രൂപ, വെള്ളി 80 രൂപ. അറിയിപ്പ്. താൽക്കാലിക നിയമനം. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിൽ ഓപ്പൺ ETB വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത: സോഷ്യൽ വർക്കിലുള്ള ബിരുദം, ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിലെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ 4-നകം പേര് രജിസ്റ്റർ ചെയ്യണം. ഗസ്റ്റ് ലെക്ചർ ഒഴിവ്. പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ മാത്തമാറ്റിക്സ് വിഭാഗം ലെക്ചറർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഫാക്കൽറ്റിയെ നിയമിക്കുന്നു. 55% മാർക്കിൽ കുറയാത്ത മാത്തമാറ്റിക്സ് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം സെപ്റ്റംബർ 5 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ നടക്കുന്ന എഴുത്തു പരീക്ഷയിലും തുടർന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിലും പങ്കെടുക്കണം. ഫോൺ നമ്പർ 9497763400. പരീക്ഷാഫലം. സർവകലാശാല പഠന വകുപ്പിലെ 1ാം സെമസ്റ്റർ MSc കെമിസ്ട്രി, MSc ഫിസിക്സ് എന്നീ പരീക്ഷകളിലെ നവംബർ 22 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. പുനഃപരിശോധന, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് സെപ്റ്റംബർ 13 വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാം. അസിസ്റ്റന്റ്. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ദിവസവേതനാടിസ്ഥാനത്തിൽ 3 മാസത്തേക്കായിരിക്കും നിയമനം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമാണ് യോഗ്യത. പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും സഹിതം സെപ്റ്റംബർ 1 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ അഭിമുഖത്തിനായി എത്തണം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. SC/ST സ്പെഷ്യൽ അലോട്ട്മെന്റ്. അഫിലിയേറ്റഡ് കോളേജുകളിലെ PG പ്രോഗ്രാമുകളിലേക്കുള്ള SC/ST സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ സെപ്റ്റംബർ 4 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഫീസ് അടച്ച് അതാത് കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. പരീക്ഷാഫലം. 4ാം സെമസ്റ്റർ BA LLB റെഗുലർ സപ്ലിമെന്ററി മെയ് 2023 പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധനയ്ക്കും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പിക്കുമുള്ള അപേക്ഷകൾ 13/9/2023 വൈകുന്നേരം 5 മണി വരെ സർവകലാശാലയിൽ സ്വീകരിക്കും. 8ാം സെമസ്റ്റർ BA LLB റെഗുലർ സപ്ലിമെന്ററി മെയ് 2023 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസ് പുനഃപരിശോധിക്കുന്നതിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പിക്കുമുള്ള അപേക്ഷകൾ 12/9/2023 വൈകുന്നേരം 5 മണി വരെ സർവകലാശാലയിൽ സ്വീകരിക്കും. തീയതി നീട്ടി. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ റിസർച്ച് സൂപ്പർവൈസർമാരായി അംഗീകാരം നേടുന്നതിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 20/9/2023 വൈകുന്നേരം 5 മണി വരെ നീട്ടി. സർവകലാശാലയ്ക്ക് കീഴിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ള അധ്യാപകർ, ശാസ്ത്രജ്ഞർ എന്നിവർക്കൊപ്പം ചേർത്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് 20/9/2023 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സീറ്റ് ഒഴിവ്. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ SC വിഭാഗത്തിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 1 പഠന വകുപ്പിൽ എത്തിച്ചേരണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്ന സ്ഥാപനങ്ങൾ മാതൃക. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രണാം മലബാറിന്റെ ധനസഹായ വിതരണം മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിച്ചു. വളപട്ടണത്ത് വൻ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി പിടിയിൽ. കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് ട്രോളി ബാഗിലാക്കി. ഓണത്തോടനുബന്ധിച്ച് പരിശോധന ശക്തം. ഓണവിപണി സജീവം. ജില്ലാ പഞ്ചായത്തിന്റെ പൂക്കൾക്കൊപ്പം അയൽ സംസ്ഥാന പൂക്കളുമെത്തി. ഇനി ഓണത്തിന് 2 നാൾ മാത്രം ബാക്കി. കോളേജുകളിൽ ഓണാഘോഷം തകൃതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.